ചികിത്സയ്ക്കായി 3 കോടിയിലധികം രൂപ പിരിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തകന് ആ രോഗിയുടെ കുടുംബം ഒരു സമ്മാനം നൽകി. മറ്റൊന്നുമല്ല, ഒരു ഇന്നോവ ക്രിസ്റ്റോ കാറാണ്. കുന്നമംഗലം ഷമീർ എന്ന ചാരിറ്റി പ്രവർത്തകനാണ് ഇത്തരത്തിലൊരു സമ്മാനം കിട്ടിയത്. അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ തരത്തിൽ ചർച്ചയായി, വലിയ വിവാദമായിരിക്കെ ആ സമ്മാനം, ആ കാറ് അദ്ദേഹം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. താനിത് വാങ്ങാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം. നിഷാദ്, ഇങ്ങനെ ചാരിറ്റി പ്രവർത്തനത്തിന് പാരിതോഷികം വാങ്ങാൻ പാടുണ്ടോ? ഒന്നാമത്തെ കാര്യം, ചാരിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ സന്തോഷത്തിൻ്റെ ഭാഗമായി തന്നെ പറയണം. 3 കോടി രൂപ ആവശ്യമുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് 30 ദിവസത്തിൽ താഴെ സമയം കൊണ്ട് 3 കോടി രൂപ മലയാളികൾ കൊടുത്തു. അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഗൾഫിൽ ഒരു വധക്കേസുമായി ബന്ധപ്പെട്ട് ജയിലുള്ള ഒരാളെ വധശിക്ഷ ഒഴിവാക്കാൻ അതിൻ്റെ 10 ഇരട്ടി കോടിയാണ് മലയാളി കൊടുത്തത് എന്ന് ഓർക്കണം. അപ്പോൾ ഇത് ഒരു സന്തോഷകരവും ശുഭകരവും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതുമായ കാര്യമാണ്. നമ്മളൊക്കെയും വീണുപോയാൽ എത്ര കോടി തന്നും സഹായിക്കാനും നമ്മളെ ചേർത്ത് നിർത്താനും വീഴാതെ നിർത്താനും മലയാളിയുണ്ട്. നമ്മൾ വയനാട്ടിലൊക്കെ പോയപ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ച് വയനാട്ടിലെ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധിയായ ആളുകൾ വന്നു. അതുപോലെ ഒരാൾക്കൊരു പ്രശ്നമുണ്ടെന്ന് ഒരാളൊരു ഫേസ്ബുക്ക് ലൈവ് ഇട്ടാൽ അയാൾ ആരാണെന്ന് പോലും ചിന്തിക്കാതെ അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം RCC ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി. ഒരു ദിനപത്രത്തിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും വാർത്ത വന്നു, അവർക്ക് സഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അവർക്ക് RCC ചികിത്സയുമില്ല, RCCയിൽ ഒരു ബന്ധവുമില്ല, അവർക്ക് എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും വ്യാജമാണ്. പക്ഷേ അതിന് തന്നെ ഒരുപാട് പൈസ അവരുടെ അക്കൗണ്ടിൽ വന്നു. ആളുകൾ അതൊന്നും നോക്കുന്നില്ല. ആ മനുഷ്യരുടെ ജീവിത ദുരിതകഥ കേൾക്കുമ്പോൾ വൻതോതിൽ പൈസ കൊടുക്കാൻ തയ്യാറാവുന്നവരാണ് മലയാളികൾ എന്നത് നാളെ ഞാനോ അമൃതയോ അജിംസോ ഒക്കെ വീണ് പോകുമ്പോഴുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്നാണ്. നമുക്ക് ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുന്നുള്ള കോൺഫിഡൻസാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ 3 കോടി രൂപ ഈ കുട്ടിയുടെ ജീവിതത്തിൽ എന്താ പറയുന്നത് ഒരു മാർഗ്ഗം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ള തീരുമാനം ആൾക്കാരെടുക്കുന്നത്. അതിനെ നമുക്ക് വളരെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അത് അപ്പോൾ പൈസ കൊണ്ടുവരുന്നതിനും ആളുകളെ അത് മൊബിലൈസ് ചെയ്യുന്നതിനും ഇപ്പോൾ ഒരു മൊബൈൽ ആപ്പൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കൊണ്ടുവരുന്നതിനുമൊക്കെ ചില ഇനീഷ്യേറ്റീവുകൾ ആവശ്യമുണ്ട്. ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ പൊതു സ്വീകാര്യതയുള്ള റീച്ചുള്ള ആൾക്കാരൊക്കെ ഒരുപക്ഷെ അതേക്കുറിച്ച് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോയാൽ തന്നെ ഗൾഫിലൊക്കെ ഒരുപാട് ചാരിറ്റി പ്രവർത്തകരുണ്ട്. അപ്പോൾ അവിടെ മരിച്ചു പോകുന്ന ആൾക്കാരുടെ ബോഡി ഇവിടെ കൊണ്ടുവരാനൊക്കെ ഉള്ള ചാരിറ്റി പ്രവർത്തകരുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിരന്തരമായി പ്രവർത്തിക്കുകയും ആ നിലയ്ക്ക് റീച്ചുള്ളവരും വിശ്വാസമുള്ളവരൊക്കെയാണ്. അപ്പോൾ അത്തരം വിശ്വാസ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ഹാൻഡിലുകൾ വഴി ഇത്തരം സഹായ അഭ്യർത്ഥന വരുന്നതിനെയും നമുക്ക് മോശമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ആളുകൾക്ക് വിശ്വാസമുള്ള രമേശാണ് നമുക്കൊരു റീച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പോയി പറയാം, ഇന്നയാൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ സഹായിക്കേണ്ടതാണ് എന്ന് പറഞ്ഞതിന് തെറ്റില്ല. അത്തരം ദൗത്യങ്ങളുമായി മനുഷ്യർ ഇറങ്ങി വരുന്നതിനെയും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല. ഞാൻ സഹായിക്കാനാണ് എൻ്റെ ജീവിത ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇറങ്ങി വരുന്നു, ഞാൻ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ യൂട്യൂബ് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ഐ ഡി വഴി ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, സഹായിക്കട്ടെ. ആ ആളുകളുടെ ഇനീഷ്യേറ്റീവിനെയും അവരുടെ എന്താ പറയുക ലക്ഷ്യത്തെയും നമുക്ക് നിരാകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ എനിക്കൊരു പോയിൻ്റ് ഉള്ളത്, അത് നമ്മളൊരു ഒരു ഒരു തൊഴിൽ എന്ന നിലയ്ക്ക്, തൊഴിലെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വരുമാന മാർഗം എന്ന നിലയ്ക്കൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ മഹാപാതകമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു ചാരിറ്റി പ്രവർത്തകൻ, സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്ക് വെച്ചതാണ്. അദ്ദേഹത്തോട് ഒരു കേസിൽ പിരിച്ച പണത്തിൻ്റെ കണക്ക് ചോദിക്കാൻ വിളിച്ച ആളോട് അദ്ദേഹം ചൂടാവുകയും ചീത്ത വിളിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ടെലിഫോൺ റെക്കോർഡ് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കേൾക്കാം. നീ ആരാണ് കണക്ക് ചോദിക്കാൻ? നിന്നോട് കണക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ കണക്ക് നോക്കിക്കോളാം എന്നാണ്. അപ്പോൾ കണക്ക് വേണ്ടപ്പെട്ടവരെ ബോധിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ ഈ വിളിച്ച മനുഷ്യൻ ചോദിക്കുന്നു, ആരാണ് വേണ്ടപ്പെട്ടവർ? ഞാൻ അവരോട് സംസാരിച്ചോളാം, നിങ്ങൾ പറയേണ്ട കണക്ക് അത് നിന്നോട് പറയേണ്ട കാര്യമില്ലെന്നാണ്. അപ്പോൾ പിരിച്ച പണം എവിടെയാണ്, എത്ര പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു, നിങ്ങളതിൻ്റെ ബാക്കി എവിടെയൊക്കെ ചെലവഴിച്ചു, ബാക്കി ആർക്ക് കൊടുത്തു, ഇതിൻ്റെ വിശദാംശങ്ങൾ എവിടെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ആളുകളെ ആക്ഷേപിക്കുക. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഒരു മൊത്ത കച്ചവടക്കാരാണ്, ഞങ്ങളാണതൊക്കെ തീരുമാനിക്കുന്നത്, ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന മട്ടിൽ ഒരു തീരുമാനം എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആൾ പെരുമാറുകയും ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോൾ 12 ലക്ഷം രൂപയുടെ സെക്കൻഡ് ഹാൻഡ് മഹാരാഷ്ട്ര മോഡൽ വണ്ടിയാണ് ഇദ്ദേഹത്തിന് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുടുംബത്തിന് കുട്ടിയെ ചികിത്സിക്കാൻ പണമില്ല എന്നതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം തേടുന്നു മലയാളിയോട് പറഞ്ഞു. മലയാളികൾ അവർക്കെല്ലാം പൈസ കൊടുക്കുന്നു. പൈസ കൊടുക്കുന്ന എൻ്റെയും അമൃതയുടെയും അജിംസിൻ്റെയും ഒക്കെ ഒരു ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? കുട്ടിയുടെ ചികിത്സയ്ക്കാണ് പൈസ കൊടുക്കുന്നത്, വേറെ ഒന്നിനുമല്ല. കാരണം എന്താണ്? ആ കുട്ടി രക്ഷപ്പെടണം എന്നൊറ്റ ആഗ്രഹം കൊണ്ടാണ്. അതിൽ എക്സസ് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പണം എടുത്ത് ചാരിറ്റി പ്രവർത്തകന് 12 ലക്ഷം രൂപയുടെ ഇന്നോവ വാങ്ങിച്ചു കൊടുക്കാൻ ആ കുടുംബം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അനീതിയുണ്ട്. കാരണം എന്താണ്? പണം തന്ന മനുഷ്യരുടെ പൊരുത്തം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് പണം തന്നത്? ആ പണം ആ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിന് വിനിയോഗിക്കാൻ അവർക്ക് റൈറ്റ് ഇല്ല. അത് അവർക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള, സ്വത്തൊക്കെ എഴുതി കൊടുക്കുന്നത് തീരെഴുതി കൊടുത്ത പണമല്ല, ഒരു ആവശ്യത്തെ മുൻനിർത്തി മനുഷ്യർ നൽകിയിട്ടുള്ള പണമാണ്. ആ പണം എക്സസ് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടതായിരുന്നു
അതേപോലെ സഹായം അർഹതയുള്ള മനുഷ്യരിൽ ഒരാൾക്ക്, ഒരു കുട്ടിക്ക് ആ പൈസ കൊടുക്കാനായിരുന്നു അവർ തയ്യാറാവേണ്ടത്. അല്ലാതെ ആ പണം പിരിക്കാൻ മുന്നിൽ നിന്ന ആൾക്ക് 12 ലക്ഷം രൂപയുടെ ഇന്നോവ വാങ്ങിച്ചു കൊടുക്കാൻ ആ കുടുംബമാണ് തീരുമാനിച്ചെങ്കിൽ ആ കുടുംബത്തെ സഹായിച്ച മുഴുവൻ മനുഷ്യരോടും ചെയ്തിട്ടുള്ള അന്യായമാണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം എന്താണ്, ആ 12 ലക്ഷം രൂപ പോയിട്ട് ആ 12 ലക്ഷം രൂപ 10ആയി വീതിച്ചാൽ അതിൻ്റെ അർഹതപ്പെട്ട എത്ര മനുഷ്യർ ഈ നാട്ടിലുണ്ട്? ആ 12 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ കിട്ടുന്നതിൽ എൻ്റെ ചികിത്സ നടത്താമായിരുന്നല്ലോ എന്ന് ആ വാർത്ത കണ്ടപ്പോൾ മോഹിച്ചു പോയ എത്ര മനുഷ്യരുണ്ടാവും? ആ മനുഷ്യരോട് ചെയ്തിട്ടുള്ള അന്യായമാണ് ആ 12 ലക്ഷത്തിൻ്റെ ഏർപ്പാടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി ഇന്നോവയുണ്ട്. ആ ഇന്നോവ പഴയതായി പോയതുകൊണ്ട് പുതിയത് കൊടുക്കുക, അത് കൊടുക്കാൻ ഒരു കാർ ഷോറൂമിൽ നമ്മൾ പോയി പർച്ചേസ് എന്നുള്ളൊരു സീൻ ക്രിയേറ്റ് ചെയ്യുക, അവിടെ വെച്ച് കൊടുക്കുക, കൈയടിക്കുക, എന്ത് ഏർപ്പാടാത്? അപ്പോൾ ഈ പ്രശ്നമുണ്ട്. ഈ 12 ലക്ഷം രൂപ അവർക്ക് തോന്നുമ്പോൾ ചിലവാക്കാൻ അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട പണമല്ല. അധികം വരുന്ന എല്ലാ പണവും എന്ന് പറയില്ലേ, ഏൽപ്പിക്കപ്പെട്ട അധിക പണമെല്ലാം മറ്റൊരാൾക്ക് അർഹപ്പെട്ട ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് നിങ്ങൾക്ക് 100 രൂപ ആവശ്യമുണ്ട്, 110 വന്നെങ്കിൽ ആ അടുത്ത 10 രൂപ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണെന്ന അടിസ്ഥാന ബോധ്യത്തിൽ നിന്ന് അവരപ്പുറം പോയി. എന്ന് മാത്രമല്ല, ഈ ചാരിറ്റി പ്രവർത്തകരായ മനുഷ്യരും അതുവഴി ഞങ്ങൾക്ക് ഫെയിം കിട്ടണം, അതുവഴി ഞങ്ങൾക്ക് ഒരു ആഡംബര ജീവിതം നയിക്കാൻ കഴിയണം, അതുവഴി ഞങ്ങൾക്ക് ആഡംബര കാറിൽ സഞ്ചരിക്കാനും ആളുകൾ ഞങ്ങളെ എപ്പോഴും സമീപിക്കുക, ഒരു സെലിബ്രിറ്റി ലൈഫ് ഞങ്ങൾക്ക് നയിക്കാൻ കഴിയണം എന്നൊക്കെ വിചാരിക്കുന്ന ആത്മാർത്ഥമല്ല. മനുഷ്യരുടെ പ്രശ്നങ്ങളോട് നമുക്ക് അടുപ്പമുണ്ടെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് വേദനയുണ്ടെങ്കിൽ അത് ഏറ്റവും ആത്മാർത്ഥമായി നിർവഹിക്കുക. അതിനൊരു ഷോ ഓഫിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അതിന് കൊടുക്കുന്നത്, അതിൻ്റെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിക്കുന്നത്, അത് ആത്മാർത്ഥമാണെന്ന് വിചാരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പണമിടപാടിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആയിരിക്കുക, കണക്ക് ആർക്ക് ചോദിച്ചാലും കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ സുതാര്യമായിരിക്കുക എന്നത് പ്രധാനമാണ്. പണം കൊടുക്കാൻ തയ്യാറായ കോടാനുകൂടി മനുഷ്യരുണ്ട്. അവരുടെ വിശ്വാസ്യത എന്ന പ്രശ്നത്തെ അത് അപകടത്തിലാക്കരുത്. നാളെ ഒരാൾക്ക് പണം കൊടുത്താൽ എത്തുമോ എന്ന സംശയം ഉണ്ടാക്കരുത്. കാരണം എന്താണ്, നമുക്ക് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പങ്കുവെച്ചോ ജീവിക്കാൻ കഴിയുള്ളൂ. ആ പാരസ്പര്യത്തെ, ആ സൗഹാർദ്ദത്തെ, ആ പങ്കുവെക്കലിനെ, അതൊരു വിശ്വാസ്യതയാണല്ലോ, അതിനെ പൊളിക്കുന്ന സെലിബ്രിറ്റി ലൈഫ് ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. അജിംസ് എങ്ങനെ ഈ സംഭവത്തെ കാണുന്നത്? ഇപ്പോൾ നിഷാദ് പറഞ്ഞതുപോലെ ഈ പണം കൊടുക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ കൂടിയല്ലേ ഇവിടെ ഇല്ലാണ്ടാക്കുന്നത്? നിഷാദ് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാനതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഈ നമ്മുടെ സംസ്ഥാനം ആരോഗ്യരംഗത്ത് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ പലപ്പോഴും ഇവിടെ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, ലോകത്തിൽ ആരോഗ്യ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളോട് തുലനം ചെയ്യാവുന്ന ആരോഗ്യ സംവിധാനമുള്ളൊരു പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ് മലയാളികൾ. അതായത് നമുക്ക് വളരെ ആക്സസിബിളാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്, വളരെ ചീപ്പാണ്. അതിൽ ഒരു 60-70% നമുക്ക് സൗജന്യമായി ചികിത്സ കിട്ടുന്ന അസുഖങ്ങളാണ്. ബാക്കി ഗുരുതരമായ അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ അപൂർവ അസുഖങ്ങൾ വരുമ്പോൾ ഈ സ്പൈനൽ മസ്കുലർ അട്രോഫിയോ പോലെ വരുമ്പോഴേ നമുക്ക് വലിയ തുക കണ്ടെത്തി ചികിത്സിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിന് മാതൃകയായ സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചില അപൂർവ രോഗങ്ങൾ ബാധിക്കുന്നവരെ അല്ലെങ്കിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ച നിർധനരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. അതിനെക്കുറിച്ച് നിഷാദ് പറഞ്ഞു, നമ്മളിങ്ങനെ വാരിക്കോരി സഹായിക്കുന്നവരാണ്, സഹാനുഭൂതിയുള്ളവരാണ്, അതിൽ കുത്തിത്തിരിപ്പില്ലാത്തവരാണ് നമ്മൾ. ഞാൻ അതിനെതിരാണ്. മലയാളിയുടെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു തരം ഡിസാസ്റ്റർ പോൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ്. ഞാൻ ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോ കാണും, അവരവിടെ പോയിട്ട് ഈ വീഡിയോ ചെയ്യുകയാണ്. അതായത് ആ മനുഷ്യരുടെ ദൈന്യതയെ അവർ വിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് തളർന്നു കിടക്കുന്ന പിതാവിൻ്റെ മുമ്പിൽ അലമുറയിട്ട് കരയുന്ന മക്കൾ അവരുടെ വീഡിയോ എടുത്ത് നോക്കൂ, ഈ പൊന്നുമോനെ സഹായിക്കണേ അല്ലെങ്കിൽ ഇയാളെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് മനുഷ്യരുടെ ദയനീയതയെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ഈ പണം പിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ മലയാളികളല്ല ലോകത്തെ ഏറ്റവും വലിയ ചാരിറ്റി ചെയ്യുന്നവർ. നമ്മൾ പണം കൊടുക്കുന്നുണ്ട്, ശരിയാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഗസയിലെ കാര്യം പറഞ്ഞില്ലേ, ഗസയിലേക്ക് ഒഴുകി വരുന്ന ആ വസ്തുക്കളൊക്കെ എവിടെ നിന്ന് വരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് യൂറോപ്പിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, കാനഡയിലാവട്ടെ, സാധാരണ മനുഷ്യർ നൽകുന്ന ചാരിറ്റിയാണ് ആ പണമായിട്ട് വരുന്നത്. അപ്പോൾ അവർ ഈ ഗസയിലെ ആളുകളുടെ ദൈന്യത കണ്ടിട്ടാണോ കൊടുക്കുന്നത്? അല്ല. ഇനി ആഫ്രിക്കയിലെ കുട്ടികൾ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടാണോ യൂറോപ്പിലെ ഏതോ ഗ്രാമത്തിലോ നഗരത്തിലോ ജീവിക്കുന്ന ഒരാൾ പണം കൊടുക്കുന്നത്? അല്ല. അവരെ ദൈന്യത കണ്ട് വിഷമിച്ചിട്ട് കൊടുക്കുന്നതല്ല. അത് അവർ ചാരിറ്റി നടത്തുന്ന എന്താണ്, അവർ സമ്പാദിക്കുന്ന മിച്ചം വരുന്ന പണത്തിൽ ഒരു പങ്ക് ഈ ലോകത്തെ മാനവരാശിക്ക് അർഹതപ്പെട്ടതാണെന്നുള്ള ഉത്തമ പൗരബോധത്തിൽ നിന്ന്, ഒരു വിശ്വമാനവിക ബോധത്തിൽ നിന്ന് അവർ സംഭാവന ചെയ്യുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഗസ ഇസ്രായേൽ പ്രശ്നത്തിൽ ആ സംഘർഷത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന ഒരാളുടെ പണം പോലും ചിലപ്പോൾ ഗസയിൽ വരുന്നുണ്ടാവും. കാരണം അയാൾ ആ ഒരു പൊളിറ്റിക്കൽ മോട്ടീവിലല്ല ചെയ്യുന്നത്, അയാൾ സമ്പാദിച്ചതിൽ നിന്നൊരു വിഹിതം ഈ ലോകത്ത് ആവശ്യപ്പെട്ടതാണ്. ഇനി മുസ്ലിങ്ങളാകട്ടെ എന്താണ്, അത് സക്കാത്തായിട്ട് കൊടുക്കുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന പണവും ആഫ്രിക്കയിലോ ഇപ്പോൾ ഫലസ്തീനിലോ അല്ലെങ്കിൽ യുക്രൈനിൽ ഇപ്പോൾ യുദ്ധം നേരിടുന്നവർക്ക് അവിടെയൊക്കെ ചെല്ലുന്നുണ്ടാകാം. ഇതൊരു മനുഷ്യൻ്റെ വിശ്വമാനവ ബോധത്തിൽ നിന്ന് അവർ ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലാതെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട്
അല്ലെങ്കിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കുഞ്ഞിനെ എഴുന്നേക്കാൻ വയ്യ, പൊന്നു മോനെ കണ്ടോ എന്ന് പറയുന്നുള്ള ആ എന്താ പറയുക, ഒരുതരം ഈ വിലാപം കേട്ടിട്ടല്ല അവരത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ, ആ ദൃശ്യം കണ്ടാൽ മാത്രമേ എൻ്റെ സഹാനുഭൂതിയും ദയയും ഉയരൂ എന്ന് വന്നാൽ അതിലൊരു പ്രശ്നമുണ്ട്. ഒന്ന് അത് ഈ നമ്മുടെ തന്നെ ഈ മനോഭാവത്തെയാണ് ആര് എന്ത് ചെയ്യുന്നത്, തട്ടിപ്പുകാരായ ചാരിറ്റി പ്രവർത്തകർ മുതലെടുക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത് ചാരിറ്റി പ്രവർത്തകരാണോ ഈ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് എന്ന് ലോകാരോഗ്യ സംഘടനയും UN-ഉം നിരന്തരം ആവർത്തിച്ച് പറയാൻ തുടങ്ങിയിട്ട് തന്നെ 5-10 വർഷമായി. ഒരു മനുഷ്യന് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ നമ്മുടെ മൗലികാവകാശമാണ്. അതനുസരിച്ച് UN അംഗരാജ്യങ്ങൾ അവരുടെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണം എന്ന് UN നിരന്തരം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഭേദഗതി വരുത്തിയ രാജ്യങ്ങളുണ്ട്, ഒരു പരിധിവരെയൊക്കെ പോയിട്ടുള്ള രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം ആരുടെ ബാധ്യതയായി? സർക്കാരിൻ്റെ ബാധ്യതയായി. നമ്മുടെ സർക്കാർ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റെയർ ഡിസീസസ്, ഇതുപോലുള്ള അപൂർവ രോഗങ്ങൾ ബാധിച്ചു കോടിക്കണക്കിന് രൂപ വേണം അത് ചികിത്സിക്കാനെന്ന് വന്നാൽ അവരെ ഈ പറയുന്ന ഈ ചാരിറ്റി പ്രവർത്തകരുടെ കാരുണ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സഹാനുഭൂതിക്ക് നമുക്ക് ആ കരച്ചിൽ കേട്ടാലേ നമുക്ക് പണം കൊടുക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഈ ചാരിറ്റി പ്രവർത്തകൻ്റെ അപ്പീൽ കേട്ടാലേ പണം കൊടുക്കാൻ തോന്നുന്നു എന്ന് പറയുന്നത് നമ്മുടെ ദയക്ക് വിട്ടുകൊടുക്കുകയാണോ ഭരണകൂടം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം ഈ പ്രശ്നം നമ്മൾ ഈ കോവിഡ് കാലത്ത് ഇതേ പ്രശ്നം ഉണ്ടായപ്പോൾ വ്യാപകമായി ഡിസ്കസ് ചെയ്യപ്പെട്ടൊരു സംഭവം കൂടിയാണ്. ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ ചർച്ച ചെയ്തതാണ്. എന്താ കാരണം? ഇത് ഇവരുടെ കാരുണ്യത്തിന്, ഇവരുടെ സഹാനുഭൂതിക്ക്, അല്ലെങ്കിൽ പണം കൊടുക്കുന്ന ഈ പറയുന്ന പബ്ലിക്കിൻ്റെ, നമ്മളെ ഈ നല്ലവരായ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഇവരുടെ സഹാനുഭൂതിക്ക് വിട്ടുകൊടുക്കുകയാണ് ഭരണകൂടം ചെയ്യേണ്ടത്. അല്ല, ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ ഭരണകൂടത്തിന് സംവിധാനം ഉണ്ടാവണം. അത് ഇൻഷുറൻസ് ആണെങ്കിൽ ഇൻഷുറൻസ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടാണ് ഈ ഫണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന NGOs, അതുപോലെ ചാരിറ്റി സംഘടനകൾ, ചാരിറ്റി പ്രവർത്തകരല്ല സംഘടനകൾ. ചാരിറ്റി പ്രവർത്തകരും സംഘടന തമ്മിൽ വ്യത്യാസമുണ്ട്. ചാരിറ്റി പ്രവർത്തകർക്ക് ഈ പറഞ്ഞ മാതിരി അക്കൗണ്ടബിലിറ്റി ഉണ്ടാവില്ല, മറ്റേതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ചാരിറ്റി സംഘടനകൾക്ക് സർക്കാരുമായി അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം, പൊതുജനങ്ങളുമായിട്ട് പണം കൊടുക്കുന്നവരായിട്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. മരുന്ന് കമ്പനികൾ ഇവരൊക്കെ ആയിട്ട് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി അങ്ങനെ സഹായിക്കാനുള്ള പ്ലാൻ ആരുണ്ടാകണം? ഭരണകൂടം ഉണ്ടാകണം. അതല്ലെങ്കിൽ എന്തുണ്ടാവുക? എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, രോഗാവസ്ഥ എന്ന് പറയുന്നത് ഒരാളുടെ കുറ്റമല്ല. ഒരാൾ രോഗിയായിരിക്കുക, അയാൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ള അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് എന്ന ബോധം നമുക്ക് വേണം. അങ്ങനെ ഒരു രാഷ്ട്രീയ ബോധം വേണം. അവിടെ ഒരു രോഗിയെ സപ്പോർട്ട് ചെയ്യേണ്ട സിസ്റ്റം ഉണ്ടാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാക്കണം. ചാരിറ്റി പ്രവർത്തകർ ചാരിറ്റി ചെയ്യുന്നുണ്ട്, പ്രവർത്തകരാണ് ഞാൻ വീണ്ടും പറയുന്നത്, ചാരിറ്റി സംഘടനകൾ അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അലൈൻ ചെയ്യേണ്ടത് സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുമായിട്ടായിരിക്കണം. സർക്കാരായിരിക്കണം ഇതിൻ്റെ ഉത്തരവാദി. പൗരൻ്റെ ആരോഗ്യം അത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം, രാഷ്ട്രീയമായ മാറ്റം ഉണ്ടായാൽ മാത്രമേ ഇത്തരം കഥകൾ ഇനി കേൾക്കാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ഈ വീഡിയോസ് ഇങ്ങനെ കാണും, നമുക്ക് കരച്ചിൽ വരുമ്പോൾ നമ്മൾ പണം കൊടുത്തു കൊടുക്കും. നമ്മുടെ സങ്കടത്തിന് പണം കൊടുത്തു കൊടുക്കേണ്ട കാര്യമല്ല അത്. നമ്മൾ വേറൊരു ബോധത്തിൽ നിന്ന്, വേറൊരു വിശാല മാനവിക ബോധത്തിൽ നിന്ന് നമുക്കിതൊന്നും കാണാതെ തന്നെ പണം കൊടുക്കാൻ കഴിയണം. നമുക്ക് മിച്ചം വരുന്ന പണത്തിൽ നിന്ന് നമുക്ക് ഇത് അർഹതപ്പെട്ട മറ്റുള്ളവർക്കാണ്, അത് ഞാൻ കാണാത്ത, ഞാൻ ഒരിക്കലും അറിയാത്ത ഒരാൾക്ക് അത് എത്തിച്ചേരുമെന്നുള്ള ബോധത്തിൽ കൊടുക്കാൻ കഴിയണം. അതാണ് അതിൻ്റെ ഒരു പ്രൊഫഷണലായ രീതി, ശരിയായ രാഷ്ട്രീയ ശരിയായ രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്.